ലൈഫ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് മാർക്കറ്റിംഗ് റിസർച്ച് പ്ലസ് സ്ട്രാറ്റജി പ്ലാനിങ്. അതിൽ ക്ലയൻറ്റ് വന്നത് എൻ്റെ മെൻറ്റർ ത്രൂ തന്നെയാണ്. കാനഡ ബേസിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആണ്. എൻ്റെ പേര് മുഹമ്മദ് റമീസ്. ഞാൻ വരുന്നത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ നിന്നാണ്. ഞാൻ സ്കിൽസ് ഹബിൽ എത്തിയത് ഏജൻസി ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ വളരെ റയർ ആയിരുന്നു. അതിൽ മെയിനായിട്ട് ടോപ്പിൽ നിന്നിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അപ്പോൾ ആ ഒരു ബേസിലാണ് സ്കിൽസ് ഹബിൽ ജോയിൻ ചെയ്തത്. ഞാൻ ഓൾറെഡി ഫ്രീലാൻസ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതിൽ റിക്വയർമെൻറ്റ് വന്നിരുന്നു SEO SMM എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതിലുള്ള മാർക്കറ്റിംഗ്, പിന്നെ മെറ്റാഡ്സ്, ബിസിനസ് സൂട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമുക്ക് ഒരു ക്ലയൻറ്റിനെ എങ്ങനെ പിച്ച് ചെയ്യുക, എന്തൊക്കെ റിക്വയർമെൻറ്റ് എങ്ങനെ എടുക്കുക, ഒരു ക്ലയൻറ്റിനെ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഞാൻ SEO അതേമാതിരി അപ്ഗ്രേഡ് ചെയ്ത് പേഴ്സണൽ പോർട്ട്ഫോളിയോ ഞാൻ SEO ചെയ്ത് കണ്ടിട്ട് പെരിന്തൽമണ്ണ ബേസിൽ റാങ്ക് 1 എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനും പിന്നെ ഷോപ്പിഫൈ ഇ-കൊമേഴ്സ് രീതിയിലുള്ള വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനും അമീൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയി. SMM സ്പെഷ്യലായിട്ട് ലൈഫ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് മാർക്കറ്റിംഗ് റിസർച്ച് പ്ലസ് സ്ട്രാറ്റജി പ്ലാനിങ്. അതിൽ ക്ലയൻറ്റ് വന്നത് എൻ്റെ മെൻറ്റർ ത്രൂ തന്നെയാണ്. ക്ലയൻറ്റ് വരുന്നത് കാനഡ ബേസിൽ GTL റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആണ്. അപ്പോൾ ആളുടെ പേഴ്സണൽ ബ്രാൻഡിങ് പ്ലസ് ഓർഗാനിക് റീച്ച് ഉണ്ടാക്കാമെന്നുള്ളതായിരുന്നു റിക്വയർമെൻറ്റ്. ഗൂഗിൾ ആഡ്സിൻ്റെ കേസിലാണെങ്കിലും A to Z എല്ലാതും കവർ ചെയ്യുന്നുണ്ട്. സ്കിൽസ് ഹബിൽ ജോയിൻ ചെയ്തതിന് ശേഷം മെയിനായിട്ട് ഇംപ്രൂവൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഒരാളെ എങ്ങനെ ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു മീറ്റിംഗ്, പിന്നെ ഒരു ക്വസ്റ്റ്യനെയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അതിൻ്റെ ബേസ് സ്ട്രാറ്റജി പ്ലാനിങ്, അതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ കണ്ടന്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ മനസ്സിലായി. പിന്നെ ഗൂഗിൾ ആഡ്സിൻ്റെ കേസിലാണെങ്കിൽ കീവേഡ് റിസർച്ച്, ഏതൊക്കെ കീവേഡ്സ് എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള സെർച്ചുകൾ വരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മെയിനായിട്ട് SEOൻ്റെ കേസിലാണെങ്കിലും ഫോക്കസ് കീവേഡ് വെച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ വെബ്സൈറ്റ് നമുക്ക് ഓർഗാനിക് ആയിക്കാണ്ടുള്ള റീച്ച് എങ്ങനെ കിട്ടാന്നുള്ളത് മനസ്സിലായി. ആദ്യം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ജസ്റ്റ് പോസ്റ്റ് ക്രിയേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ സ്കിൽസ് ഹബിൽ എത്തിയതിന് ശേഷമാണ് കണ്ടന്റ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ്, SEO കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഈ ഒരു ജേണിയിൽ എനിക്ക് കൂടെ നിന്ന എൻ്റെ മെൻറ്റേഴ്സിനും സ്കിൽസ് ഹബിലും താങ്ക് യു.